നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോണിൽ കനത്ത ജാഗ്രത കൽപ്പിച്ച് കേരളം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് കർശന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുപ്രകാരം വിദേശത്ത് നിന്നെത്തുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദത്തിനെതിരെ കർശന പരിശോധനകൾ ഉണ്ടാകുന്നതായിരിക്കും. ഒമിക്രോൺ വിവിധ രാജ്യങ്ങളിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദേശത്ത് നിന്നെത്തുന്നവർ 7 ദിവസം കർശനമായി ക്വാറന്റീനിൽ കഴിയണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ കോവിഡ് പോസിറ്റീവായാൽ ജനിതക ശ്രേണീകരണത്തിന് സാമ്പിൾ അയക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും സംസ്ഥാനത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചതായാണ് ലഭ്യമാക്കുന്ന വിവരം. ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾക്കാണ് സംസ്ഥാനം ഇനി ഒരുങ്ങുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡിസംബർ 15 മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ സാധാരണ നിലയിലാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകുകയും ചെയ്തു. വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്നവരിൽ 5 വയസ്സിന് മുകളിലുള്ള എല്ലാ യാത്രക്കാരും 72 മണിക്കൂർ മുൻപ് RT-PCR പരിശോധന നടത്തണമെന്നും എയർ സുവിധ പോർട്ടലിൽ സത്യവാങ്മൂലം നൽകണമെന്നും കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ വീണ്ടും RT-PCR പരിശോധന നടത്തേണ്ടി വരും. ഇതുകൂടാതെ ക്വാറന്റൈൻ തീരുമ്പോഴും RT-PCR പരിശോധന നടത്തേണ്ടതാണ്. പുതിയ വകഭേദം കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും വിദേശത്ത് നിന്ന് കൂടുതൽ പേർ എത്തുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒമിക്രോൺ അതീവ വ്യാപനശേഷിയുള്ള ഒന്നാണ്. 50 ജനിതക മാറ്റമാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതുവരെ കണ്ടതിൽ വച്ച് വ്യാപന ശേഷി കൂടുതലാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാർ തൽക്കാലം പൊതുമാർഗരേഖ നൽകിയിട്ടില്ല എങ്കിലും UK, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രായേൽ, ഹോങ്കോങ്, ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, ബ്രസീൽ, ബംഗ്ലാദേശ്, ചൈന, മൊറീഷ്യസ്, ന്യൂസിലാൻഡ്, സിംബാബ്വെ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അധിക സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെ സംസ്ഥാനത്ത് കൃത്യമായി നിരീക്ഷിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ 94 ആഫ്രിക്കൻ സ്വദേശികളിൽ 2 പേർ കോവിഡ് പോസിറ്റീവ് ആണെന്നും ഇത് ഒമിക്രോൺ അല്ല ഡെൽറ്റ വകഭേദമാണെന്ന് സ്ഥിരീകരിച്ചെന്നും ഇവർക്ക് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ തുടർന്നതുപോലെ തന്നെ കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ക്വാറന്റൈനും വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. പുതിയ വകഭേദത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന പഠനം നടത്തിവരികയാണ്. എല്ലാവരും മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം പാലിക്കണമെന്നും മന്ത്രി പറയുകയുണ്ടായി. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് കോവിഡ് രോഗാണുക്കളിൽ ഏറ്റവും അപകടകാരിയാണ് ദക്ഷിണാഫ്രിക്കയിൽ പുതുതായി കണ്ടെത്തിയ കോവിഡ് വകഭേദമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് എത്തിയിരുന്നു. പുതിയ വകഭേദത്തിന് ഒമിക്രോൺ എന്ന ഗ്രീക്ക് പേരാണ് നൽകിയിരിക്കുന്നത്. B.1.529 ഡെൽറ്റ വകഭേദത്തിന്റെ വിഭാഗത്തിൽ വരുന്ന അത്യന്തം അപകടകാരിയായ വകഭേദമാണ് ഇത്. അതിവേഗം പടരാനും ഇടയാക്കുന്നതാണ് ഒമിക്രോൺ വകഭേദം. എന്നാൽ ഈ വകഭേദം എവിടെ നിന്നാണ് പടർന്നു പിടിക്കുക എന്ന കാര്യത്തിൽ വിദഗ്ധർക്ക് തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഇതുകൂടാതെ തന്നെ ഈ വകഭേദം വന്ന ചിലരിൽ യാതൊരു ലക്ഷണവും പ്രകടമാകുന്നില്ല എന്നതും ആശങ്ക ഉണർത്തുന്നുണ്ട്. കോവിഡിന്റെ മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് അപകടകാരിയാണ് ഈ വകഭേദം. ഇവ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും വ്യാപകമായി പ്രചരിച്ചിരുന്നില്ല. ബീറ്റ വകഭേദം ഇത്തരത്തിൽ ഒന്ന് തന്നെ. ഇതുപോലെയാണോ ഒമിക്രോൺ എന്ന കാര്യത്തിൽ വിദഗ്ധർക്ക് ഇതുവരെ വ്യക്തത കൈവരിക്കാൻ സാധിച്ചിട്ടുമില്ല. അതിനാൽ തന്നെ കൂടുതൽ പഠനങ്ങൾ നടന്നു വരികയാണ്. പ്രത്യേകിച്ച് വാക്സിൻ ഫലപ്രദമാണോ എന്ന കാര്യത്തിൽ. ഇതിനോടകം തന്നെ ഒട്ടുമിക്ക പ്രവാസികളും ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെ വാക്സിൻ ഇതിന് ഫലപ്രദമാണോ എന്ന് ഇപ്പോഴും പഠനം നടത്തിവരികയാണ് അധികൃതർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.